വായിക്കുക. ഫിലിപ്പിയർ 1:19-20. തുടർന്ന് അല്പ മിനിറ്റുകൾ അതിശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കാം. യെസ്, വായിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒരു വാക്കാണ് നമ്മൾ വായിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും എനിക്കിത് ഡെലിവറൻസ് ആയി, എനിക്ക് രക്ഷയായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഒന്നിലും ലജ്ജിച്ച് പോകത്തില്ല. പ്രാർത്ഥന കാരണവും ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായവും കാരണവും എനിക്ക് വിടുതൽ വന്നിരിക്കും. ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ഞാൻ ഒന്നിലും ലജ്ജിച്ച് പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ വചനം, ഈ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം പരിശോധിക്കുമ്പോൾ എഴുതിയത് അപ്പോസ്തലനായ പൗലോസ് താൻ കാരാഗ്രഹത്തിൽ സുവിശേഷം നിമിത്തം, ദൈവരാജ്യ നിമിത്തം അന്നത്തെ തടവറയിൽ കിടക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതി അയക്കുന്നത് ഫിലിപ്പിയിലെ പ്രദേശത്തുള്ള ദൈവസഭയ്ക്കാണ്. ഈ ഫിലിപ്പിയിലെ സഭ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ യൂറോപ്പിന്റെ മണ്ണിലെ ആദ്യത്തെ ക്രിസ്തീയ സഭയാണ്. യൂറോപ്പിലെ മണ്ണിലെ ആദ്യത്തെ സഭ ആരംഭിക്കാൻ കാരണം അപ്പോസ്തലനായ പൗലോസും കൂട്ടരും ആസിയയിൽ പോയി വചനം പ്രസംഗിക്കാൻ താല്പര്യപ്പെട്ടു. പക്ഷെ ദൈവാത്മാവ് തടഞ്ഞു. ദൈവാത്മാവ് എന്ത് ചെയ്തു? പോകരുതെന്ന് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 16:6 കിടപ്പുണ്ട്. ദൈവാത്മാവ് അങ്ങോട്ട് പോകരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ദൈവാത്മാവ് ചില കാര്യങ്ങൾ വിലക്കും. അതെന്തിനാണെന്നറിയാമോ? ചിലത് അടയ്ക്കുന്നത് അപ്പുറത്ത് നന്മയ്ക്ക് വലിയ വാതിൽ തുറക്കാനാണ്. ഇന്ന് പകൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കർത്താവ് നിന്റെ ഹിതമാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട. ആസിയയിൽ പോയി പ്രസംഗിക്കാൻ തീരുമാനിച്ചതാണ്. വചനം പ്രസംഗിക്കുന്നത് നല്ല കാര്യമില്ലയോ? സുവിശേഷം പറയുന്നത് നല്ല കാര്യമില്ലയോ? കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. ഹല്ലേലൂയ. അപ്പം ഈ വചനം പ്രസംഗിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ദൈവം പറഞ്ഞു ഇപ്പൊ അവിടെ വേണ്ട. കാരണം നീ അത് വേണ്ടെന്ന് പറഞ്ഞു നിന്നാൽ അപ്പുറത്തൊരു വാതിൽ. ആ വാതിൽ എന്ന് പറയുന്നത്, അവർ ഈ പ്രത്യേക സ്ഥലത്തെത്തി. ദൈവം പറഞ്ഞനുസരിച്ച് ഒരു ദർശനത്താൽ ഈ ഫിലിപ്പിയുടെ പ്രദേശത്തെത്തി. അവിടെ സാധാരണ എവിടെയും പോകുമ്പോൾ സിനഗോഗിൽ പോയി പ്രസംഗിക്കും. അവിടെ സിനഗോഗില്ല. കാരണം ഒരു 10 യഹൂദന്മാർ സഹോദരന്മാർ, പ്രായപൂർത്തിയായ മിനിമം 10 സഹോദരന്മാരെങ്കിലും ഉണ്ടെങ്കിലേ ആ പ്രദേശത്ത് ഒരു സിനഗോഗ് തുടങ്ങത്തുള്ളൂ. അപ്പൊ അത്ര പേര് പോലും ഇല്ല, കുറച്ചു പേരേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് സ്ത്രീകൾ അവിടെ പുഴവക്കത്തിൽ വരുമ്പോ പുഴവക്കത്ത് കുറച്ചു പേര് ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ അങ്ങ് പോകാറുണ്ട്. അവിടാണ് പൗലോസ് എന്നപ്പോ അവിടെ ഒരു സഹോദരിയുടെ ഹൃദയത്തെ തുറന്ന്, അവരുടെ വീട് തുറന്ന് ആദ്യത്തെ യൂറോപ്പിന്റെ മണ്ണിലെ ആദ്യത്തെ സഭ അവിടെ ആരംഭിപ്പാൻ ഇട വന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചില ഇത് അടയുമ്പോൾ, ചിലത് ദൈവം നോ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, നീ ചിന്തിച്ചതിലും നനച്ചിലും അത്യന്തമായത് അപ്പുറത്ത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പറയാം, കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലും തടഞ്ഞതായോ, എന്തെങ്കിലും അടഞ്ഞതായോ, എന്തൊക്കെയോ നടക്കാതെ പോയെന്ന് നിങ്ങളുടെ ലൈഫിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നീ ചിന്തിക്കാത്ത വഴി എന്റെ ദൈവം നിനക്കായി തുറക്കും. ചിലതൊക്കെ ദൈവാത്മാവ് നിന്നോട് വേണ്ടെന്ന് പറഞ്ഞോ, നിന്റെ ഉള്ളിൽ ചിലത് മാറ്റിവെച്ചോ, ഇന്ന് പകൽ നിന്റെ മുമ്പിൽ എന്തൊക്കെയോ അടഞ്ഞെന്ന് തോന്നിയോ, ദൈവം ഒരു വരി അടച്ചാൽ 1000 വരി അപ്പുറത്ത് നിനക്ക് തുറന്നു വെച്ചിട്ടാ എന്റെ ദൈവം അടച്ചെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കോ. ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്ന ചിലരോട് ദൂത് പറയുന്നു, ആരെങ്കിലും ജീവിതത്തിന്റെ അകത്ത് എന്തെങ്കിലും അടഞ്ഞെന്ന് പറഞ്ഞ് ഭാരപ്പെട്ട് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നീ ഭാരപ്പെടണ്ട, നീ പ്രാർത്ഥിച്ചോ, അടഞ്ഞതിനപ്പുറത്തൊരു വരി ദൈവം തുറക്കൂ.
എന്തോ എന്റെ ഉള്ളിൽ ശക്തമായി ഒരു തിരതല്ലല് പോലെ ചിലരോട് പറയുന്നു, കഴിഞ്ഞ നാളിൽ അടഞ്ഞതിനും കഴിഞ്ഞ നാളിൽ നഷ്ടപ്പെട്ടതിനും അപ്പുറത്ത് ദൈവം ചിലത് ഒരുക്കി വച്ചിട്ടുണ്ട്. അത് വെളിപ്പെടും. പ്രാർത്ഥിക്കൂ. യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അടഞ്ഞതെല്ലാം തുറക്കട്ടെ. ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി. ഹല്ലേലൂയ. പ്രിയരേ, ചിലത് ദൈവം നോയെന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ ഈ ദൈവപ്രവൃത്തിയും നന്മയെ അനുഭവിക്കാൻ കാരണം ഒരു അതിശക്തമായ നോ ദൈവാത്മാവ് പറഞ്ഞത് അനുസരിച്ചുകൊണ്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എൻ്റെ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞു, ബാംഗ്ലൂരിൽ പോയി. ബാംഗ്ലൂരിലെ സിവി കമ്പനിയിൽ എനിക്ക് നെറ്റ്വർക്ക് എഞ്ചിനീയറായി ജോലി ലഭിച്ചു. ഒരു യൗവനക്കാരൻ്റെ ഏറ്റവും നല്ല സ്വപ്നം, നല്ല കമ്പനി. അതൊരു 3 വർഷമൊക്കെ കഴിഞ്ഞാൽ നിശ്ചയമായും 1 lakh+ സാലറിയിലേക്ക് പോകും. സുരക്ഷിതമാകാൻ വേറെ വഴിയൊന്നും വേണ്ട, നല്ലതാണ്. ഞാൻ അതിൻ്റെ അമേരിക്കൻ കോഴ്സുകളെല്ലാം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടും ഫുൾ പാസ്സായ വ്യക്തിയാണ്. ജോലിക്ക് ആദ്യത്തെ പ്രവേശിക്കുന്ന ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ജോലിക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ ഇന്ന് ഓർമ്മയുണ്ട്, ശിവാജി നഗറിലേക്ക് ഞാൻ താമസിക്കുന്ന അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വെളുപ്പിനെ 6-7 മണി, ആദ്യത്തെ ദിവസം ഡ്യൂട്ടിക്ക് പോയില്ലയോ, നേരത്തെ പോകണം. ശിവാജി നഗറിലെ ബസ്സിലേക്ക് കയറി, ബസ്സിൽ ടിക്കറ്റ് എടുത്തു. ഞാൻ അല്പം മുന്നോട്ട് ബസ് യാത്ര, കുറച്ചു പേര് എൻ്റെ അപ്പുറത്ത് 2-3 പേര്, രാവിലെ 6:30 കഴിഞ്ഞുള്ള ബസ്സാണ്, കുറച്ചു പേരേ ഉള്ളൂ. താമസിക്കുന്ന സ്ഥലത്ത് ബസ് യാത്ര തുടങ്ങിയതേ ഉള്ളൂ. ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. എൻ്റെ അന്നും ഇന്നും അങ്ങനെ ദൈവാത്മാവ് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. കണ്ണ് നിറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ആത്മാവിന് എന്തോ സംസാരിക്കാനുണ്ട്. അപ്പുറത്തേക്കുന്നു ഇപ്പത്തേക്കുന്ന വ്യക്തി ശ്രദ്ധിക്കാതിരിക്കാൻ ഞാൻ ബസ്സല്ലേ, നമുക്ക് ബസ്സിന്റെ ഫ്രണ്ടിൽ കമ്പി ഇങ്ങനെ മേലോട്ട് സീറ്റിന് വെളി ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ, കമ്പിലോട്ട് അടച്ചു, കണ്ണടച്ചു, കണ്ണിക്കൂടെ കണ്ണീര് വരുന്നു. എൻ്റെ ഉള്ളിൽ ആരോ എന്ന് മന്ത്രിക്കുകയാണ്. എനിക്കറിയാം ദൈവാത്മാവ് സംസാരിക്കുക, തോന്നലല്ല, ആത്മാവ് തരുന്ന ബോധ്യം. തോന്നലും ഉണ്ട്, ആത്മാവ് തരുന്ന ബോധ്യമുണ്ട്. ആത്മാവ് സംസാരിക്കുക, ഗോ ബാക്ക്, തിരിച്ചു പോ, തിരിച്ചു പോ, ഇത് ജോയിൻ ചെയ്യരുത്. ഇച്ചിരി പിടുത്തോ, ഇച്ചിരി ബുദ്ധിമുട്ടാ, നമുക്ക് ഇച്ചിരി സഹിക്കാൻ പറ്റുന്നതിനപ്പുറം. ദൈവമേ ഇങ്ങനെയൊക്കെ എന്നാ ഇടപെടുന്നത്, വഴി തുറക്കുന്നില്ലേ ദൈവം. പക്ഷെ എനിക്കൊരു കാര്യം പറയാം, ആത്മാവ് സംസാരിച്ചാൽ അതിന് അനുസരിച്ചാൽ അപ്പുറത്തൊരു വിടുതല. എന്നിട്ട് എൻ്റെ ഉള്ളിൽ ആരോ ഒന്ന് ചോദിക്കാം, പരിശുദ്ധാത്മാവാ, നിനക്ക് ജോലി വേണോ, നിന്റെ കുടുംബത്തെ രക്ഷയിലേക്ക് നേടണോ? ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തെ രക്ഷ. നീ ഗോ ബാക്ക്, നീ പോയിരുന്നു പ്രാർത്ഥിച്ചോ, ദൈവം അത്ഭുതം ചെയ്യും. ഞാനെല്ലാം ഒത്തിരി കഥ ഷോട്ടാക്കാം, എൻ്റെ പേരൻസ് ഇവിടെയുണ്ട്, ഞാൻ കഥ ഷോട്ടാക്കാണ്. പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ തുടങ്ങി. ഇച്ചിരി ബുദ്ധിമുട്ട്, നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് പലതുണ്ട്, പല രീതിയിലുണ്ട്. അന്നും ഇന്നും അങ്ങനെ പഠിത്തം കഴിഞ്ഞ ഒരു വ്യക്തി ഒരു വീട്ടിലെ റൂമിൻ്റെ അകത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ പഠനം കഴിഞ്ഞ് വന്ന എൻ്റെ പെങ്ങൾ എന്നോട് പറയാ, അച്ചാച്ചാ എനിക്കും സ്നാനപ്പെടണം. എൻ്റെ പെങ്ങൾ സ്നാനപ്പെട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനും അമ്മയും സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിച്ചു. അന്ന് ഞാൻ ആ വാക്കിനെ അനുസരിച്ച് മാറിയിരുന്ന് എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജോലിയേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഇത് കൊടുത്തപ്പോൾ ഒരു നഷ്ടം ഉണ്ടായില്ല. ഇന്ന് പകൽ അത് കഴിഞ്ഞ് നടന്നു. എൻ്റെ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞു, എൻ്റെ വിവാഹം ഒന്നിനും ഒരു കുറവില്ലാതെ
ദൈവം ചെയ്തു. ചെയ്യേണ്ടതും അനുഭവിക്കേണ്ട നന്മകളെ ദൈവം തന്നു. ഹല്ലേലൂയ. ദൈവം തന്നത് തന്നെ പറയും. ദൈവം തന്നു. ഒറ്റ കാര്യം, പ്രതിസന്ധിയിലും ഒന്നുമില്ലാത്തപ്പോഴും ആത്മാവ് നോ എന്ന് പറഞ്ഞാൽ അതിനെ നീ അനുസരിച്ചാൽ അപ്പുറത്തൊരു വഴി ദൈവം തുറന്നു തരും. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ആത്മാവിനെ അനുസരിച്ചാൽ നീ പ്രതീക്ഷിക്കാത്ത വാതിൽ, പ്രതീക്ഷിക്കാത്ത വഴി എന്റെ ദൈവം തുറക്കും. ഒന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കരയട്ടെ. വചനം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട്, തടയപ്പെട്ടതുകൊണ്ട് യൂറോപ്പിന്റെ മണ്ണിൽ ഫിലിപ്പിയിൽ ഒരു സഭ ഉണ്ടാകാൻ ദൈവം ഇടയാക്കി. ആ സഭയ്ക്ക് താൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ലേഖനം എഴുതിയതാണ് നമ്മൾ വായിച്ചത്. ആ വായിച്ചതിന്റെ ഫിലിപ്പിയർ 1:4 പറയുന്നത്, നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ. കാരണം പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തുറന്നാണ് ഈ മണ്ണിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തത്, ഈ സഭയുണ്ടായത്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിക്കൂടെ പോകുന്ന ഫിലിപ്പിയ സഭയെ നിങ്ങളോട് ദൂത് പറയുന്നു, ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് പൂർത്തീകരിക്കും. ഒറ്റ വാക്ക് പറഞ്ഞ, വഴി വെച്ച് ദൈവം ഉപേക്ഷിക്കത്തില്ല. ഫിലിപ്പിയ സഭയോട് പറയാം, നിന്നിൽ ഒരു പ്രവൃത്തി ആരംഭിച്ച് യേശുവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ട് ഇറങ്ങിത്തിരിച്ച് പാടാനും ആരാധിക്കാനും ദൈവത്താൽ ഒരു തിരതള്ളലുണ്ടായി ഇറങ്ങിത്തിരിച്ചിട്ട് വഴി വെച്ച് ആരൊക്കെ മാറിപ്പോയാലോ ഉപേക്ഷിക്കാത്ത ദൈവം. ഹല്ലേലൂയ. ഇനി സഭക്കാര് മിണ്ടില്ലേലും, സഭക്കാര് പറഞ്ഞില്ലേലും, പാസ്റ്റർ മുഖം തന്നില്ലേലും, പാസ്റ്റർ നന്നായിട്ട് ചിരിച്ചില്ലേലും, ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ മാറിപ്പോയാലും, നിന്നെ വിളിച്ച ദൈവം നിന്നെ വഴി നടത്തും. വഴി വെച്ച് ഉപേക്ഷിക്കുന്ന ദൈവം അല്ല. ആരോടൊക്കെ ദൈവം വിളിച്ചു പറയുന്നു, നിന്നെ വഴി വെച്ച് ഉപേക്ഷിക്കുന്ന ദൈവം അല്ല ദൈവം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അതിന് തെളിവ് പഴയ നിയമത്തിൽ നമുക്കറിയാം. അബ്രഹാം സാറയുടെ ദാസിയായ, വീട്ടിലെ ദാസിയായ ഹാഗർ വീട്ടിൽ ഇച്ചിരി പ്രശ്നം കയറിയപ്പോ ഉൽപ്പത്തി 16 അവള് തന്നെ ഇറങ്ങി ഓടി വീട്ടിൽ നിന്ന്. ഉൽപ്പത്തി 16 9 10 കിടപ്പുണ്ട്. ഹാഗർ ആദ്യം എന്ത് ചെയ്തു, ഇച്ചിരി യജമാനത്തിയുടെ ഇച്ചിരി പ്രഷർ കയറിയപ്പോ സ്വയം തീരുമാനം എടുത്ത് എന്ത് ചെയ്തു, ഇറങ്ങി തിരിച്ചു. അന്നും ഇന്നും എങ്ങനെ ഒരുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. ആ തീരുമാനം തെറ്റായിരിക്കും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സ് പതറിയിരിക്കുമ്പോൾ, മനസ്സ് വേദനപ്പെട്ടിരിക്കുമ്പോൾ, മനസ്സ് ചഞ്ചലപ്പെട്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം തോന്നും, അത് പൊട്ടത്തെറ്റാ, അത് പിശാചിന്റെ കെണിയാ. ആ തീരുമാനം തെറ്റാണെന്ന് നിങ്ങൾ എഴുതി വെച്ച് തരാം. അപ്പൊ ആ പ്രഷർ കയറിയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അവൾ ഇറങ്ങി ഓടിയപ്പോൾ നല്ലൊരു നീരുറവൊക്കെ കണ്ട് അപ്പൊ ഇറങ്ങി ഓടിയപ്പോ ഉൽപ്പത്തി 16 ഇറങ്ങി ഓടിയപ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ നമ്മൾ അങ്ങനെ ഇതിൽ നിന്നൊക്കെ മാറി വരുമ്പോൾ ആദ്യം ഭയങ്കര ആശ്വാസമൊക്കെ തോന്നും. എന്ത് കിട്ടി? നീരുറവ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാന്ന് തോന്നുന്നു. അപ്പുറം ദൈവത്തിന്റെ ദൂതൻ പറിച്ചു പറയാണ്, നീ എവിടുന്ന് വരുന്നു? ഞാൻ ഇവിടുന്ന് വരുന്നു, തിരിച്ചു പൊയ്ക്കോ. ഇപ്പൊ നീ ഇറങ്ങിപ്പോകുന്ന ദൈവഹിതം അല്ല. നിന്റെ യജമാനത്തേക്ക് പോയി കീഴടങ്ങിയിരിക്കെ. എന്നിട്ട് ദൂത് പറഞ്ഞു, നിന്റെ ഉള്ളിൽ നിന്ന് ഇരിക്കുന്ന തലമുറ അനുഗ്രഹമായിരിക്കും. ഞാൻ നിന്റെ സന്തതി എണ്ണിക്കൂടാതെ വണ്ണം വർദ്ധിപ്പിക്കും. ഉൽപ്പത്തി 16:10. ആ ഇറങ്ങിപ്പോകലിനെ ദൈവം തടഞ്ഞു. നിന്റെ സന്തതി അനുഗ്രഹിക്കുന്നു. അവൾ തിരിച്ചു മടങ്ങിപ്പോയി ഭവനത്തിലിരുന്നു. പക്ഷെ ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 21 ദൈവം പറഞ്ഞ അബ്രാം ഹാഗാറിനെ ഇറക്കി വിടുന്നുണ്ട്. ദൈവം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാ എന്ത് തടസ്സം വന്നെങ്കിലും ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത്ഭുതം ചെയ്യും. ദൈവം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അവളും കുഞ്ഞും കൂടെ ഇറങ്ങി തിരിച്ചു. മരുഭൂമി ഒഴിഞ്ഞു നടന്നു. കിട്ടിയ ആഹാരവും വെള്ളവും ഒക്കെ അബ്രാമിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതെല്ലാം തീർന്നു. അവിടെ പറയുന്നു ഒരു ഉറവയും കാണാതെ ഭാരപ്പെട്ടു. അപ്പൊ നേരത്തെ ഇറങ്ങി തിരിച്ചപ്പോ
ഉറവയൊക്കെ കണ്ടു. ഇത് ദൈവം പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച് ഒരു നിയോഗത്തോടെ ദൈവം അബ്രാമിനോട് പറഞ്ഞ് അബ്രാം ഇറക്കി വിട്ടതാ. ഇതിനകത്ത് ദൈവത്തിന്റെ കൈയുണ്ട്, ദൈവം സാങ്ഷൻ കൊടുത്തു. പക്ഷെ ഉറവയൊന്നും കണ്ടില്ല. ചിലപ്പോൾ അങ്ങനെ ദൈവം പറഞ്ഞിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ ചില ഉറവകൾ കാണത്തില്ല. വെയിറ്റ് ചെയ്യും, ഒരു മിറക്കിൾ ദൈവം ചെയ്തിരിക്കും. അവള് ചിന്തിച്ച് എന്റെ കുഞ്ഞ് ചത്തുവീരും, കുഞ്ഞിന്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് അല്പം മാറി നിന്നു. പക്ഷെ അവൾ ആ 16 പറഞ്ഞ ദൂത് ഓർത്തില്ല. നിന്റെ സന്തതിയെ എണ്ണിക്കൂടാത്തവണ്ണം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. നിന്നോട് ദൈവം ആ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഏത് മരുഭൂമിയിലും വെള്ളം കാണാത്ത അവസ്ഥയിലാണെങ്കിലും നിന്റെ സന്തതിയോട് പറഞ്ഞ ദൂത് തന്നെയാണ്. നിങ്ങളോട് പറഞ്ഞ ദൂത് തന്നെയാണ്. ദൈവമഹത്വം വെളിപ്പെടുന്ന ഈ വർഷത്തിൽ നിങ്ങളോട് ദൂത് പറയുന്നു. ചില ഉറവകൾ നീ കണ്ടില്ലേലും ഭാരപ്പെടേണ്ട, ആ ദൂത് നിറവേറും. നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ കണ്ണു തുറന്നു ഉറവ കാണിച്ചു, കുഞ്ഞു വെള്ളം കുടിച്ച് അവൻ വില്ലാളിയായി മാറി. ഹല്ലേലൂയ. ഹാഗർ ചിന്തിച്ചു, അയ്യോ ഈ വഴിയിൽ ഞാനും എന്റെ കുഞ്ഞും തീരുമെന്ന്. പക്ഷെ നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ദൈവം വരി വെച്ച് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇവിടെ ഇരിക്കുന്ന സകലരോട് ദൂത് പറയുന്നു. ഈ 2024 ജനുവരി മാസം 28-ാം തീയതി ഈ 12:45 അടുക്കുന്ന സമയത്ത് ചിലതിനോട് ദൂത് പറയുകയാണ്. നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ എന്റെ ദൈവം നിറവേറ്റും. ഇത് വാഗ്ദത്തത്തിന്റെ സമയമാണ്. ഇത് മഹത്വത്തിന്റെ നാളുകളാണ്. യേശുവിന്റെ നാമത്തിൽ ഇത് വാഗ്ദത്തത്തിന്റെ സമയമാണ്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിന്റെ സമയമാണിത്. വിശ്വസിക്കേ. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഉള്ളു തുറന്ന് വിശ്വസിക്കേ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. കരം ഉയർത്തി ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ഹല്ലേലൂയ. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് തികയ്ക്കും. ഇടയനായ ദാവീദിനെ അഭിഷേകം ചെയ്ത് രാജാവാക്കി മാറ്റാമെങ്കിൽ വാഗ്ദത്തത്തിന്റെ മഹത്വത്തിന്റെ 2024 അത് സംഭവിക്കും. ഇടയനെ രാജാവാക്കി ദൈവം മാറ്റും. ഇടയച്ചെറുക്കൻ അങ്ങനെ രാജാവ് ആവത്തില്ല. രാജകീയ ഫാമിലി ജനിക്കണം. പക്ഷേ മഹത്വത്തിന്റെ നാളിൽ 2024 സഭയോട് ദൈവം പറഞ്ഞതാ, ഇത് മഹത്വത്തിന്റെ ദിവസമാ. ഇടയച്ചെറുക്കനെ രാജാവാക്കി മാറ്റാൻ കഴിവുള്ള ദൈവം, ദാവീദിനെ രാജാവാക്കി ദൈവം. ഇതിവിടെ ഇരിക്കുന്ന ചില മാതാപിതാക്കളോട് പറയുന്നു, നിന്റെ തലമുറയെ കുറിച്ച് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരി വെച്ച് ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഹാഗാറിന്റെ തലമുറയെ ഉപേക്ഷിച്ചില്ല. അവനൊരു വില്ലാളിയായി മാറിയതുപോലെ നിന്റെ മുമ്പിൽ ഇപ്പൊ ഉറവകൾ അടഞ്ഞിരുന്നാലോ നിന്റെ തലമുറയെ നോക്കി പ്രവചിക്കുന്നു, അതൊരു അനുഗ്രഹമായോ. ഈ തലമുറകളെല്ലാം അനുഗ്രഹമാകട്ടെ. 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 ഈ തലമുറകളെല്ലാം വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. ഒരു രക്തക്കോട്ടയിൽ മറയ്ക്കുന്ന കുഞ്ഞിനെ രക്തക്കോട്ടയിൽ മറയ്ക്കുന്നു. പിശാചിന്റെ നോട്ടം ദൃഷ്ടിയെ ക്യാൻസൽ ചെയ്തു. വാഗ്ദത്തം നിറയട്ടെ. വാഗ്ദത്തം നിറയട്ടെ. ദൈവകൃപയുടെ മറവ്, ദൈവകൃപയുടെ മറവ്, ദൈവകൃപയുടെ മറവ്. ദൈവകൃപയുടെ മറവ് വാഗ്ദത്തത്തിന്റെ സംഗതികളാകട്ടെ. വാഗ്ദത്തത്തിന്റെ സംഗതികളാകട്ടെ. വാഗ്ദത്തത്തിന്റെ സംഗതികളാകട്ടെ. വാഗ്ദത്തത്തിന്റെ സംഗതികളാകട്ടെ. വാഗ്ദത്തത്തിന്റെ സംഗതികളാകട്ടെ. വാഗ്ദത്തത്തിന്റെ സംഗതികളാകട്ടെ. ഓ ശബല മാതാര മാതാര വാഗ്ദത്തത്തിന്റെ സംഗതിയാകട്ടെ. വാഗ്ദത്തം നിറവേറട്ടെ. വാഗ്ദത്തം നിറവേറട്ടെ. വാഗ്ദത്തം നിറവേറട്ടെ. വാഗ്ദത്തം നിറവേറട്ടെ.
മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. രക്ഷിച്ചു പോകാത്ത വാഗ്ദത്തം ഒപ്പനാണ്. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഇന്ന് വിശ്വസിക്ക്. അപ്പനും അമ്മയ്ക്കും വേണ്ടാതെ കാട്ടിൽ ആടിനെ മേച്ചു നടന്ന ദാവീദിനെ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി ദൈവം അഭിഷേകം ചെയ്യാൻ പറ്റുമെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട, തള്ളപ്പെട്ട, കഴിവില്ലാത്ത ഇവിടെ ഇരിക്കുന്ന സകല തലമുറകളോട് മാതാപിതാക്കൾക്ക് ദൂത് പറയുന്നു, നിന്റെ തലമുറയെ മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ഇത് വാഗ്ദത്തത്തിന്റെ നാളുകളാണ്, മഹത്വത്തിന്റെ വർഷമാണ്. എന്നിട്ട് ഫിലിപ്പിയ സഭയോട് പറയാം, നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഒരു വാതിൽ തുറന്ന് ഇവിടെ വന്നതാ. എന്നിട്ട് പറയാം, നിങ്ങൾ എന്നെ കുറിച്ച് ഭാരപ്പെടണ്ട. ഈ പ്രസംഗിച്ച ഞാൻ ഇപ്പൊ ജയിലിൽ ഇരുന്നോണ്ടാ നിങ്ങൾക്ക് എഴുതുന്നത്. നേരത്തെ നിങ്ങളുടെ അടുത്ത് വന്നു, ഇപ്പൊ ഞാൻ ജയിലില്ല. പക്ഷെ ഒരു കാര്യം, എനിക്ക് സംഭവിച്ചതെല്ലാം രക്ഷയ്ക്കൊക്കെ വിടുതലായി. 13 വായിക്കുമ്പോൾ, ഫിലിപ്പിയർ 1:12-13 വായിക്കുമ്പോൾ, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായെന്ന്, ഗുണമായി. ഞാൻ ജയിലിലായതുകൊണ്ട് ഫിലിപ്പിയ സഭയെ നിങ്ങൾ ഭാരപ്പെടണ്ട. 1:12 പറയുന്നത് ഗുണമായെന്ന്. കാരണം ഇപ്പം ജയിലിൻ്റെ അകത്ത് കിടക്കുന്നവരും ജയിൽ പ്രമാണിയും അവനും കൂടെ രക്ഷിക്കപ്പെടാനും അവിടെ ജയിലിൽ സ്നാനം നടക്കാനും തുടങ്ങി. ജയിലിൽ കുളിക്കാൻ വേണ്ടി കെട്ടിയിട്ടേക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ അകത്ത് എന്തോ നടക്കുന്നു? സ്നാനം നടക്കുന്നു, സുവിശേഷത്തിന്റെ പ്രവൃത്തി നടക്കുന്നു. എന്തായാലും ആദ്യമൊക്കെ ഭാരം ഉണ്ടായി. പക്ഷെ ഇപ്പൊ ജയിലിലും ദൈവപ്രവൃത്തിയായി. എനിക്ക് സംഭവിച്ചത് രക്ഷയ്ക്ക് കാരണമായി. എന്നിട്ട് പറയാണ് 1:19, നമ്മുടെ ജീവിതത്തിൽ വിടുതലിന്റെ മർമ്മം പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ സഹായവും എനിക്ക് വിടുതലാവും. ഇപ്പം ഈ സുവിശേഷത്തിന്റെ വ്യാപ്തി മാത്രമല്ല, ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരും. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയം ആവാത്തതുകൊണ്ട്, പൂർത്തീകരിക്കാനുള്ളത് കൊണ്ട് ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വരും. ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, ഇനി ഒരു 5-10 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന, ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായവും നിന്നെ ഒരു തരത്തിൽ ലജ്ജിക്കത്തില്ല. വിടുതലും രക്ഷയായിട്ട് മാറും. ഒരു കീ പറയാം, എങ്ങനെ ലൈഫിൽ വിടുതൽ കീ? പ്രാർത്ഥന. 2, ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം. പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവുണ്ടാവും. ആ ആത്മാവിന്റെ സഹായം നമുക്ക് പറ്റത്തില്ല, നമുക്ക് കഴിവില്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം. പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ജയമായി മാറിയിരിക്കും. അവൻ പുറത്തു വരേണ്ട മണ്ഡലങ്ങളിൽ പുറത്തു വന്നിരിക്കും. വേഗത്തിൽ ഒരു കാര്യം പറയാം. നമുക്കറിയാം, യാക്കോബ്, അബ്രാം, ഇസാക്ക്, യാക്കോബ്, നമ്മുടെ പിതാക്കൻ. യാക്കോബ് ഉൽപ്പത്തി പുസ്തകത്തിൽ സ്വന്തം വീട്ടിൽ സഹോദരൻ ഏശാവുമായിട്ടുള്ള ബന്ധത്തിൽ പറ്റിച്ചിരി അനുഗ്രഹമൊക്കെ വാങ്ങിച്ചതിന്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അമ്മ പറഞ്ഞു, എൻ്റെ സഹോദരൻ ഹാരാനിലുള്ള എൻ്റെ സഹോദരന്റെ വീട്ടിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ വീട്ടിലേക്ക് യാക്കോബിന് ഓടിപ്പോകേണ്ടി വന്നു. സ്വന്തം വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ചാൽ ഓടിപ്പോകേണ്ടി വന്നു. ഒരു വഴിയായി യോർദാൻ കഴിഞ്ഞു പോയി. പോകുന്ന വഴിയിൽ ക്ഷീണിച്ച് വരിയാത്രയിൽ കിടന്നുറങ്ങിയായിരുന്നു. തലനയ്ക്ക് പരം കല്ല് വെച്ച് കിടന്നുറങ്ങിയപ്പോൾ സ്വപ്നം ദൈവം കാണിച്ചു കൊടുത്ത് അവനോട് ദൂത് പറഞ്ഞു, നീ പോയതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിച്ച് മടക്കി വരുത്തും. പ്രാർത്ഥിക്കുന്ന നിന്നോടൊരു ദൂതാ. നഷ്ടപ്പെട്ടു പോയാൽ ദൈവം മടക്കി വരുത്തും. ദൂത് പറഞ്ഞ് അവനെ വിട്ടു. അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ പോയി അവന്റെ വിവാഹം നടന്നു. ദൈവം അവന്റെ സമയം ഒരു അത്ഭുതം ചെയ്തു. അവന്റെ ആടുകളെല്ലാം, അവന് കിട്ടിയ പോർഷന്റെ ആടുകളെല്ലാം പടപടേന്ന് അങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി. ഓരോ പ്രസവം കഴിഞ്ഞപ്പോൾ എണ്ണം പല മടങ്ങായി. അതിശക്തമായ മൃഗസമ്പത്തുള്ളവനായി യാക്കോബിനെ ദൈവം മാനിച്ചു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ ലാബാന്റെ വീട്ടിൽ നിന്ന് തിരിച്ച് യാക്കോബ് തിരിച്ച് യാത്രയാണ് ദൈവത്തിന്റെ സമയമായപ്പോൾ. പക്ഷെ ഒരു പേടി, സഹോദരൻ എന്നെ എന്തെങ്കിലും അങ്ങനെ ഉടക്കിയാ പോയത്.
സഹോദരനോട് ചെന്ന് പറയാൻ കുറച്ച് ആൾക്കാരെ വിട്ടു, ഞാൻ വരുന്നുണ്ടെന്ന് പറയാം. പക്ഷെ അവര് തെറ്റിയിട്ട് അവർ നോക്കാൻ സഹോദരൻ കൂട്ടനും 10-400 പേരുമായിട്ട് ഈ വിരുന്ന് കണ്ടപ്പോ യാക്കോബിനടുത്ത ആൾക്കാർ, നിന്റെ സഹോദരൻ ഏശാവ് ഒരു കൂട്ടമായിട്ട് വരുന്നുണ്ട്, നിന്നെ ആക്രമിക്കാനാന്നാ തോന്നുന്നത്. ഇത് കേട്ടപ്പോൾ ഇവൻ ഭാരപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന 2 പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ശ്രദ്ധിച്ച്. ഉൽപ്പത്തി 32:9-10 ആദ്യം വായിച്ചേ, വേഗത്തിൽ വായിച്ചു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, ഒരു മിനിറ്റ്, ആ വാക്യം എല്ലാവരും എടുത്ത്. ഉൽപ്പത്തി 32:9-10. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും എന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവവും ആയുള്ളവേ, നിന്റെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളിച്ചെയ്യുക ചെയ്ത യഹോവ. അപ്പൊ ദൈവം നീ പറഞ്ഞിട്ടാ ഞാൻ മടങ്ങി പോകുന്നത്. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. പറയാ, ഞാൻ ഒരു വടിയായി ഇറങ്ങി തിരിച്ചതാ, എല്ലാം അനുഗ്രഹിച്ച് 2 കൂട്ടമായി ഞാൻ മാറി, വലിയ സമ്പത്തുള്ളവനായി ഞാൻ മാറി. ഹല്ലേലൂയ. പക്ഷെ ഒരു പ്രശ്നം, എന്റെ സഹോദരൻ എന്നെ പകയ്ക്കാനാണോ വരുന്നത്, എന്നെ കൊല്ലാനാണോ വരുന്നത്? എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട്. താൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. 32:23 മുതൽ വാക്യം വായിക്കുമ്പോൾ തന്റെ കുടുംബത്തെ എല്ലാം അക്കരെ കടത്തിയിട്ട് ഒറ്റയ്ക്ക് ആ കടവിന്റെ തീരത്ത് നിന്നുകൊണ്ട് യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ പച്ചയായ സാഹചര്യത്തിൽ, ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും എല്ലാം മാറ്റിവെച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായ. ഹല്ലേലൂയ. അതൊന്ന് താരോട്ടൊന്ന് വായിച്ചേ. ഹല്ലേലൂയ. അങ്ങനെ അവൻ അവരെ കൂട്ടി, അല്ല അതിന് 23 വായിച്ചു. 23 വേഗത്തിൽ. അവരെ കൂട്ടി. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി, തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ് ആകുവോളം അവനോട് മല്ലു പിടിച്ചു. അവനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലു പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. 26-27 വായിച്ചു. എന്നെ വിടുക, എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ ഒറ്റപ്പിടി എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. കാരണം എനിക്കിപ്പോ സമ്പത്തും മൃഗസമ്പത്തും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷെ ഒരു പോരാട്ടം എന്റെ എതിരെ വരുന്നുണ്ട്. എന്റെ സഹോദരൻ എന്തായി മാറും, ആ വിടുതൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിന്റെ ബ്ലെസ്സിങ് എനിക്ക് വേണം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഒരു കാര്യം മനസ്സിലാവും, നമ്മുടെ കുടുംബവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആടുമാടുകൾക്കും അതിനേക്ക് ആ നന്മയ്ക്കപ്പുറത്ത് ദൈവാനുഗ്രഹത്തിന്റെ ഒരു കരമുണ്ട്. ഹല്ലേലൂയ. അതൊക്കെ ഓരോ ബോണസ് പോയിന്റുകളാ. എന്റെ ഭാഷ പറഞ്ഞ പ്രോത്സാഹന സമ്മാനമാണ്. കാറും വീടും വണ്ടിയും നന്മകളും ഒക്കെ നിനക്ക് അപ്പ പറയുന്ന പ്രോത്സാഹന സമ്മാനമാണ്. പക്ഷെ ദൈവത്തിന്റെ റിയൽ ബ്ലെസ്സിങ് അതപ്പുറത്ത് ദൈവാനുഗ്രഹം. ഹല്ലേലൂയ. ദൈവം നീ എന്നെ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. നിന്റെ ഒരു ഫേവർ എന്റെ ജീവിതത്തിൽ വേണം. ഇനി അതിന്റെ 28 വായിച്ചാൽ മതി. 28. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ചു ജയിച്ചത് കൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ആ ഒറ്റ രാത്രി കൊണ്ട് മല്ലു പിടിച്ച് പ്രാർത്ഥിച്ചപ്പോ അവനോട് യാക്കോബ് എന്ന് പറയുന്ന, എല്ലാം പേടിച്ച് ഒറ്റപ്പെട്ടു നിന്ന അവനോട് പറയുന്നു, ഇനി നീ ഒറ്റ വ്യക്തിയല്ല, നീ ഇസ്രായേൽ എന്ന രാജ്യമായി മാറാൻ പോകുകയാ. ഇന്ന് പകൽ വീട്ടിൽ നിന്ന് ഗതികെട്ട് ഓടിത്തിരിച്ചവൻ, പേടിച്ചു ഭയന്ന് ആറ്റിന്റെ തീരത്ത് കാത്തിരുന്നവൻ, അവനെ പ്രാർത്ഥനയുടെ റിസൾട്ട് അവനെ ദൈവം ഇസ്രായേലാക്കി മാറ്റി. എന്നിട്ട് ഈ 33-ാം അധ്യായത്തിന്റെ 4 വായിച്ച് മനോഹരമായ ഒരു കാര്യം, അവൻ പേടിച്ചതല്ല സംഭവിച്ചത്. ഉൽപ്പത്തി 33:4. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണവനെ ചുംബിച്ചു, രണ്ടുപേരും കരഞ്ഞു. കണ്ടോ? ഹല്ലേലൂയ. ഈ ഏശാവിനെ കൊല്ലുമെന്നോ പകച്ചു ഓടി വന്നതാ. പക്ഷെ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അനുഗ്രഹമായി മാറി. നീ പ്രാർത്ഥിച്ചാൽ വിടുതലായി മാറും. നിനക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്നതിനെ മുട്ടുമടക്കിക്കാൻ ദൈവത്തിന് പറ്റും. ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ച ഏത് യേശുവിന്റെ വെല്ലുവിളിയെ മുട്ടുമടക്കിപ്പിക്കാൻ ദൈവത്തിന് പറ്റും. നീ യാക്കോബാണോ? പ്രാർത്ഥിച്ചോ, ഇസ്രായേലാക്കി ദൈവം മാറ്റും. ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ.
യേശാവ് മാറ്റി ദൈവം യേശാവിനെ മുട്ടു മടക്കിപ്പിച്ചു. ഇന്ന് പകൽ ദൂത് പറയാം. അതാ പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയരോട് പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താൽ എനിക്ക് സംഭവിച്ചതെല്ലാം തിരിഞ്ഞു വിടുതലായി മാറും. ഇന്ന് പകൽ ഹാലിൽ ഏത് കാരാഗ്രഹത്തിനാണെങ്കിലും സഭ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് കാരാഗ്രഹത്തിന് പുറത്തു വന്നു. ഏത് തടവറയിലാണെങ്കിലും, ഏത് പ്രതിസന്ധിക്കകത്താണെങ്കിലും, ഏത് പോരാട്ടത്തിന്റെ അകത്താണെങ്കിലും നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്.